പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഈ ഓണവും അതുപോലെ തന്നെ നമ്മുടെ നബിദിനവും ഒക്കെ അടുത്തടുത്ത് വന്ന ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഈ നബിദിനം, പ്രത്യേകിച്ച് നബിദിനത്തിന് എല്ലാ ആളുകളും മത്സരിച്ച് ഭക്ഷണം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതിന് ഒരു മാറ്റമില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ അന്നത്തെ ഒരു ദിവസം ഒതുങ്ങിപ്പോവുകയും അന്നത്തെ ദിവസത്തെ നബി പറയാത്ത പല കാര്യങ്ങൾ കൊണ്ട് ഈ നാടാകെ മറ്റ് സമുദായത്തിലുള്ള ആളുകൾ, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവരത് കാണുമ്പം ഇതാണല്ലേ ഇസ്ലാം എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള കൂത്തരങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയായി മാറുകയാണ് നബിദിനം. അപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ എടുത്താൽ പൊങ്ങാത്ത മൈക്ക് സെറ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ വണ്ടി നിറയെ വെച്ച് കെട്ടി വളരെ മോശമായ ശബ്ദത്തിൽ മറ്റ് എന്താ പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത കുറേയധികം ട്യൂണും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിനൊന്നും എതിരെ ആരും വളരെ രീതിയിൽ സംസാരിക്കുന്നൊന്നും കണ്ടില്ല. കാരണം പല ആൾക്കാരും ഇങ്ങനെ ഇതിനെതിരെ സംസാരിക്കുന്നവരുടെ കാര്യം പുകയാണ്, പുകച്ചുകളയും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രവൃത്തികളില്ല. പക്ഷേ ഒരു ചെറിയ സന്തോഷവും ചെറിയൊരു മധുരം കൊടുപ്പും അതുപോലെ കുട്ടികളുടെ പ്രോഗ്രാമുകളും, അത് കൃത്യമായിട്ട് ഈ ചിന്തിക്കുന്ന ആളുകളോട് മാത്രമാണ് ഈ സംസാരിക്കുന്നത്. ആർക്കും എന്തും പറയാം. അപ്പം ഈ ആലോചിക്കാൻ, അല്പം ചിന്തിക്കാൻ സൗകര്യമുള്ള ആൾക്കാരുടെ മുന്നിൽ മാത്രമാണ് എൻ്റെ ഈ ഒരു ശബ്ദം നിങ്ങൾ കേട്ടത് മനസ്സിലാക്കേണ്ടത്. ഒരു പണ്ഡിതനല്ല, ഒരുപാട് വിജ്ഞാനമില്ല, പക്ഷേ നമുക്ക് ഒരു ധാർമ്മിക ബോധമുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഈ വിശപ്പെന്ന് പറയുന്ന സാധനം, ആ വിശപ്പ് ഉള്ള ഒരാളിനാണ് ഭക്ഷണം കൊടുത്താൽ അത് കൂടുതൽ രുചിക്കുന്നത്. അത് ബിരിയാണി കൊടുക്കണമെന്നൊന്നുമില്ല, നെയ്ച്ചോറ് കൊടുക്കണമെന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ അത് ആ ഒരു നബിദിനത്തിൻ്റെ അന്ന് മാത്രം വിശപ്പ് തീർക്കാൻ വരുന്ന കുറേ സംഘാടകരോട് പറയും, നബിദിനത്തിൻ്റെ അന്ന് നിങ്ങൾ എന്തിനാണ് ആളുകൾക്ക് മത്സരിച്ച് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്? ആ ഒരു മത്സരം ജീവിതത്തിൽ എമ്പാടും എന്നും എപ്പോഴും ചെയ്തുകൂടെ? എൻ്റെ ചോദ്യം ഇതാണ്. ഭക്ഷണം എന്നുള്ളത് വിശപ്പ് തീർക്കാനുള്ളതാണ്. ഇസ്ലാമിക സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള കുറേ ആളുകൾ, ഹിന്ദു സഹോദരങ്ങളും ഒക്കെ ചേർന്നിട്ട് പായസവും ഭക്ഷണവും ഒക്കെ വെച്ച് റോഡ് നീളെ വിളമ്പി അത് വേസ്റ്റാക്കി കളയുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. മത്സരിച്ച് ഭക്ഷണം വാങ്ങുന്ന കുട്ടികളുണ്ട്, മുതിർന്ന ആൾക്കാരുമുണ്ട്. അത് മത്സരിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അത് പണ്ടത്തെ കാലത്തൊക്കെ വേസ്റ്റാക്കി കളയും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്കല്ല ഇത് കിട്ടുന്ന. 100-ൽ അല്ലെങ്കിൽ 2 ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടാവാം. എന്നാലും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ചിന്തിക്കുന്നവർക്കറിയാം, ഇന്നെല്ലാവരും പരമാവധി ഭക്ഷണം കഴിക്കുന്നവരൊക്കെ തന്നെയാണ്. ബിരിയാണി ആണെങ്കിലും സദ്യ ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇതൊരു സന്തോഷത്തിൻ്റെ പേരിലാണെങ്കിൽ മുഹമ്മദ് നബിയുടെ സന്തോഷം എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഈ നബിയുടെ പേരിലൊരു കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടേയിരിക്കാം. അത് ഒരു താമത്തിലും തെറ്റില്ല. അത് ഭക്ഷണം തന്നെ കൊടുക്കണമെന്നില്ല. അത് സാധുക്കളായിട്ടുള്ള ആളുകളുടെ കല്യാണം നടത്തി കൊടുക്കാം, വസ്ത്രം വാങ്ങി കൊടുക്കാം, രോഗികളെ ചികിത്സിക്കാം, രോഗികളെ സന്ദർശിക്കാം, രോഗികളായിട്ടുള്ള ആളുകളുടെ അംഗങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാം. അങ്ങനെ അനവധി സഹായങ്ങൾ നമ്മൾ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു ധാർമ്മികതയാണ്, ഇതൊരു ബോധമാണ്. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് വരേണ്ട, ആ സംഘാടകർക്കുണ്ടാവേണ്ട ഒരു ശൈലിയാണ്. ഈ വർഷം നമുക്ക് കുറേ ചോറ് വെച്ച് വിളമ്പി നമ്മുടെ നാട്ടിലുള്ള നമ്മളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കഴിക്കണ്ട. നമുക്കതിന് പകരം തിരുവനന്തപുരം RCCയിലേക്ക് പോയിട്ട് അവിടുത്തെ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് കുറച്ച് പണം നൽകാം. അല്ലെങ്കിൽ അവരുടെ മരുന്നിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടവർക്ക് ആ മരണശേഷം നടത്തേണ്ട ചടങ്ങുകൾ ചെയ്തു കൊടുക്കാം. ചില വീടുകളിൽ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് കുറച്ച് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാം. സാധുക്കളായ കുടുംബങ്ങൾക്ക് അവരുടെ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പണം നമുക്ക് കണ്ടെത്തി കൊടുക്കാം. അത് 100 രൂപ ആയിക്കോട്ടെ, 100 കോടി രൂപ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഈ റോഡ് നീളെ റെയിൽവേ ഗേറ്റിലും മറ്റ് സ്ഥലങ്ങളിലും ഈ ഭക്ഷണം വെച്ച് വിളമ്പി ഇന്നലെ കഴിച്ചവനെ കൊണ്ട് ഇന്നും കഴിപ്പിക്കുക, ഇന്ന് കഴിപ്പിച്ചവനെ കൊണ്ട് നാളെയും കഴിപ്പിക്കുക. ആ വീട്ടിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എല്ലാ ദിവസവും ഈ ബിരിയാണി ഇങ്ങനെ കഴിപ്പിക്കുക എന്നുള്ളത്, ആ ചിന്ത നമുക്ക് മാറണ്ടേ? നമ്മൾ എന്നാണ് ഇനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മളൊരു 10 ആൾ ചേർന്ന് അല്ലെങ്കിൽ 5 ആൾ ചേർന്നൊരു സംഘാടകരായി മാറുമ്പം ഈ 5 പേർക്ക് എന്നാണ് ഇനി ബോധം ഉദിക്കുന്നത്? നമ്മൾ ചെറുതിലേ ശീലിച്ച ആ ശീലം അങ്ങനെ കൊണ്ടുവരികയാണ്. നമുക്ക് യാതൊരു മാറ്റമില്ല. മുസ്ലിം എന്നാൽ പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവൻ എന്നാണ്. ഹറാമായ ആശയങ്ങളല്ല, നന്മയുള്ള ആളുകൾക്ക് നന്മ നൽകുന്ന
ആളുകളെ തിന്മയിൽ നിന്നും തിരിക്കുന്ന നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, നമ്മുടെ അന്യസമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ, അവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറുമ്പം, അവരൊക്കെ നമ്മുടെ ഈ ആശയങ്ങളെ മനസ്സിലാക്കുമ്പം അവരും ഇത് ഏറ്റെടുക്കും. അവരിലൂടെയും ഈ നാട് മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്ന് സാധുക്കളായുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും. അങ്ങനെ വേണ്ടേ നമുക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കുറേ ഭക്ഷണം വെച്ച് നമ്മളിങ്ങനെ നാട് നീളെ വിളമ്പി അതിന് പ്ലാസ്റ്റിക് കീസിലാക്കി ഒന്ന് വാങ്ങിച്ചതിന് മേൽ വീണ്ടും ഒന്ന് വാങ്ങിച്ച് ക്യൂ നിന്നും ഇടി കൊടുത്തും തെള്ളിയും വരിക്കെട്ടിന് അടയിൽ നിന്നും ഈ രീതിയിലൊക്കെ നമ്മൾ ആ ഒരു സംവിധാനം ഒരുക്കിയും അതിന് കാർണികത്വം വഹിക്കുന്നവരും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുന്നവരും, ഞാനാണ് വലുത്, ഞാനാണിത് വിളമ്പിയത്, ഞാനാണിവിടെ കൊടുത്തത് എന്നൊക്കെ പറയുന്ന നിങ്ങൾ എത്ര ആളുകളുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്ക്.